ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവർക്കും മോമൻ കിഡ്സ് ബൈ രാജശ്രീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ മുന്നിലാണ്. വേറൊന്നുമല്ല, എന്നെ ഒന്ന് പൂച്ച മാന്തി. വീട്ടിൽ പൂച്ചകളെയും പട്ടികളെയും ഒക്കെ വളർത്തുന്നുണ്ടാവും നമ്മൾ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന പൂച്ചകളാണിത് കേട്ടോ. ഈ പൂച്ചകളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പൂച്ചകളല്ല, പുറത്തുനിന്ന് വരുന്നതാണ് കേട്ടോ. ഈ കണ്ണൻ ഇങ്ങനെ അതിരിക്കുട്ടൻ ഇങ്ങനെ ചോറും കറികളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊക്കെ അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ചാരുമോളും അതിരിക്കുട്ടനും അച്ചും കൂടിയാണ് കേട്ടോ വാക്സിൻ എടുക്കാൻ വന്നതാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ നായകളും പൂച്ചകളും മറ്റ് ജീവജാലങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലേ, വളർത്തുന്ന പെറ്റ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ നക്കുകയും കടിക്കുകയൊക്കെ ചെയ്താൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള പരിഭ്രമമൊക്കെ നമുക്ക് അപ്പോൾ ആ സമയത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്കി നോക്കൂ, നമ്മൾ ഒരു നായ അല്ലെങ്കിൽ പട്ടിയൊക്കെ ഇങ്ങനെ വെറുതെ നക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ 10 മുതൽ 15 മിനിറ്റ് വരെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ആ ഭാഗം കഴുകിയിട്ട് കളയണം കേട്ടോ. നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ തന്നെ കഴുകണം. ചിലപ്പോൾ നായയോ പൂച്ചയോ ഒക്കെ മാന്തിയിട്ടുണ്ടാവും, അപ്പോൾ അവിടെ ഒരു പോറൽ വന്നിട്ടുണ്ടാവും, അപ്പോൾ ചോരയൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇത് കാറ്റഗറി 2 പെട്ട ഇൻസിഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കണം. അതുപോലെ 3rd കാറ്റഗറിയിൽ പെട്ടതാണ്, നമ്മൾക്ക് നല്ല മാന്ത് കിട്ടി അല്ലെങ്കിൽ കടി കിട്ടി, ബ്ലഡ് വന്നു, നല്ല ഡീപ്പായിട്ട് മുറി വന്നു, വായയിലെ സ്രവങ്ങളൊക്കെ നമ്മുടെ ആ ഭാഗത്ത് മുറിവ് പറ്റിയ ഭാഗത്തായി, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയണം കേട്ടോ. അത് റണ്ണിങ് വാട്ടറിൽ കഴുകി കളയണം. കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും ഒക്കെ റണ്ണിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളയണം. 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് കഴുകി കളയണം കേട്ടോ. അപ്പോൾ എന്നെ ഈ വീഡിയോയിൽ കാണുന്ന കറുമ്പിപ്പൂച്ചയാണ് മാന്തിയത് കേട്ടോ. അവൾ അകത്ത് കയറിയതായിരുന്നു. അപ്പോൾ ഞാൻ ചൂലുകൊണ്ട് ഇങ്ങനെ ആട്ടി വിട്ടപ്പോൾ അവൾ എൻ്റെ കാലിൻ്റെ മുകളിലൂടെ പോയിട്ടോ. അപ്പോൾ എനിക്ക് ഒരു പോറൽ വന്നേ ഉള്ളൂ, അപ്പോൾ ചോരയൊന്നും വന്നില്ല. എങ്കിലും ഞാൻ നന്നായിട്ട് മുറിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ജില്ലാ ആശുപത്രി എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മുടെ ഈ വാക്സിൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്ന സമയത്ത് അവിടെ കാറ്റഗറി 3 പെട്ട വാക്സിൻ ഇല്ല. അപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്നത് കണ്ടു, മഞ്ചേരി മെഡിക്കൽ കോളേജിലോ പാലക്കാട് മെഡിക്കൽ കോളേജിലോ ആണ് അത് ഉള്ളതെന്ന് എഴുതി വെച്ച് കണ്ടു കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും മരുന്ന്, പ്രൈവറ്റിലാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്നവയാണെങ്കിലും കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അവർക്കൊക്കെ. എന്നാലും നമ്മളെ കടിക്കുക മാന്തൊക്കെ ചെയ്താൽ നമ്മൾ വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. എന്നെ പൂച്ച മന്തിയപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞത് കേട്ടോ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടി പാസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ നായയോ പൂച്ചയോ മറ്റോ മൃഗങ്ങളോ കടിക്കുകയോ മാന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.